ഞാൻ കഴിഞ്ഞ ദിവസം UAEയുടെ നിലപാട് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ചിരി വന്നുപോയി. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ ഇസ്രയേലിൻ്റെ അയൺ ഡൂം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എഫക്റ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത്. അവരുടെ ക്രൂ തന്നെ വന്നു നിന്ന് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി അവർ തീരുമാനിച്ചു. ഒപ്പേക്കിൽ നിന്ന് പുറത്തു വരാനും ഒപ്പേക്ക് രാജ്യങ്ങൾ വെച്ചിരിക്കുന്ന റിസ്ട്രിക്ഷൻസിന് പുറത്തേക്ക് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഒരു സ്വതന്ത്രമായ സാമ്പത്തിക അസ്തിത്വം വളർത്തിയെടുക്കാനും എന്നുള്ള തരത്തിലൊക്കെയാണ് അതിനെ അന്തർദേശീയ മാധ്യമങ്ങൾ ഒരുപാട് എഴുതി പിടിപ്പിച്ച് വിശേഷിപ്പിച്ചത്. എനിക്കതിൽ തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അയൺ ഡോം എന്ന് കേട്ടപ്പോൾ എനിക്ക് ചിരിയാവുന്നത്. കാരണം അയൺ ഡൂം അങ്ങ് ഇസ്രയേലിൻ്റെ കയ്യിലുണ്ടെന്നും ഇസ്രയേൽ അയൺ ഡൂം വെച്ച് എല്ലാം പ്രതിരോധിക്കുമെന്നും ആ മണ്ണിൽ ഒരു ബോംബ് പോയിട്ടൊരു പൊട്ടാസ് പോലും തൊടില്ലെന്നും ഒക്കെ വല്ലാതെ വാശി പിടിച്ചിട്ട് അതെല്ലാം കൂടെ വാരി ചുരുട്ടി അടിച്ച് തകർത്ത് കാണിച്ചു കൊടുത്തതാണ് ഇറാൻ. എന്നിട്ടാണ് ഈ അയൺ ഡൂമും കൊണ്ട് ഇസ്രയേൽ UAEക്ക് കൊടുത്തു എന്ന് പറയുന്നത്. ഏതാണ്ട് 1700 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഉണ്ട് ഇറാനും ഇസ്രയേലും തമ്മിൽ. എന്നിട്ട് ആ ദൂരത്തിൽ പോയി ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അയൺ ഡോമിൻ്റെ പപ്പട പൊടിപൊടിയും എല്ലാം തകർത്തടിച്ച് എല്ലാ മേഖലയിലും കനത്ത നാശനഷ്ടമുണ്ടാക്കി. എയർപോർട്ടിലുണ്ടാക്കി, ന്യൂക്ലിയർ സൈറ്റിനടുത്തുണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി. എന്നാൽ UAEയുമായുള്ള പോർട്ടുകളുടെ ഇറാൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കേവലം 200 കിലോമീറ്ററൊക്കെ ഉള്ളൂ. എയർ ഡിസ്റ്റൻസ് തന്നെ 900 കിലോമീറ്ററിനടുത്തേ വരുള്ളൂ. പോർട്ടുകളൊക്കെ വളരെ പ്രോക്സിമാണ്. കാരണം ഈ പറയുന്ന ഇറാനോട് ഷെയർ ചെയ്താണ് UAEയുടെ പോർട്ടുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത്രയും ദൂരത്തിൽ വരെ അയൺ ഡോം ഫെയിലിയർ ആയപ്പോൾ പിന്നെ 200 കിലോമീറ്റർ 150 കിലോമീറ്ററിൽ എന്ത് സംഭവിക്കാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇത് വല്ല ആക്രി വിലയ്ക്കും കിട്ടുന്നെങ്കിൽ ഏതെങ്കിലും ആക്രിക്കാർക്ക് കൊടുക്കാമെന്നല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. ആ വാർത്ത UAE സ്ഥിരീകരിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചാനലിൽ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, അതും ഈ ഘട്ടത്തിൽ. നമ്മൾ സാധാരണ ഒരു ഗൂണ്ട അടി കൊണ്ട് നിക്കറ് കീറി ഉടുപ്പും കീറി നിൽക്കുന്ന സമയത്ത് അവനെക്കൊണ്ട് പിന്നെ കൊട്ടേഷൻ എടുക്കുക എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് എന്ന് ഞാൻ വിചാരിച്ചു പോയി. അതാണ് അയൺ ഡൂമിൻ്റെ കഥ. വലിയ കൊട്ടി ഘോഷിച്ചതായിരുന്നു അയൺ ഡൂം. എന്നിട്ടാണ് ഈ അടി മുഴുവൻ വാങ്ങിക്കൂട്ടിയത്. അതാണ് പാവം UAEയുടെ തലയിൽ വെച്ചു കൊടുത്തിരിക്കുന്നത്. അത് പുതിയതല്ല, നേരത്തെ മുതൽ പ്രവർത്തനം തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നാശനഷ്ടങ്ങൾ ലഘൂകരിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പശ്ചിമേഷ്യയിലെ ഈ GCC രാജ്യങ്ങളും ഇറാനും അതിലൊരു ഒരു കുറച്ച് ഉയർന്ന ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവർ ഈ യുദ്ധത്തിനിടയിലും ഏറ്റുമുട്ടലിനിടയിലും കാണിച്ചു. ഇറാൻ വല്ലാണ്ട് ഈ GCC രാജ്യങ്ങളിലെ വളരെ ഗൗരവമായ സ്ഥലങ്ങളിലേക്കൊന്നും, ആകെ ഞാൻ മനസ്സിലാക്കുന്നത് ഖത്തറിൻ്റെ ഒരു LPG ഒരു ഗ്യാസ് ഫാക്ടറി റിഫൈനറിയിലേക്കാണ് ഏറ്റവും നിർണായകമായൊരു ആക്രമണം നടത്തിയത്. ബാക്കിയെല്ലാം ഒരു ഭയപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു ആക്രമണങ്ങളാണ് നടത്തിപ്പോരുന്നത്. UAE അതൊക്കെ പ്രതിരോധിച്ചു എന്നുള്ളതും ശരിയാണ്. നന്നായി അവർ ഡിഫെൻഡ് ചെയ്തു. പക്ഷേ അതിനൊന്നും ഈ അയൺ ഡൂം എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളതാണ്. രണ്ടാമതായുള്ളത് ഒപ്പേക്കിൽ നിന്നുള്ള UAEയുടെ പിന്മാറ്റമാണ്. ആ പിന്മാറ്റത്തിന് കാരണം യമനിലെ സൗദി അറേബ്യയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ഒക്കെയാണ് പറയപ്പെടുന്നത്. ഏതായാലും 4 മില്യൺ ബാരൽ ഇനി മുതൽ ഓയിൽ ഉൽപ്പാദിപ്പിച്ച് സാമ്പത്തികം മെച്ചപ്പെടുത്താനാണ് ഒപ്പേക്കിൽ നിന്ന് പിന്മാറുന്നതെന്ന് പറയുന്നു. കാരണം ഒപ്പേക്കിനകത്ത് ഓരോ രാജ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു റിസ്ട്രിക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്, വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി. എല്ലാം കൂടി അങ്ങ് ഉൽപ്പാദിപ്പിച്ചാൽ വില കുത്തനെ ഇടിയും എന്നുള്ളതുകൊണ്ടും എല്ലാവരുടെയും എക്കോണമിയെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടുമാണ് ഒരു റിസ്ട്രിക്ഷനൊക്കെ വെച്ച് എല്ലാവരും ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തു വരാനാണിത് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല എത്രത്തോളം UAE അത്തരമൊരു തീരുമാനവുമായി മുന്നോട്ട് പോകും എന്നുള്ളത്. UAE സ്വതന്ത്രമായി തീരുമാനിച്ചതാണോ അതല്ലാതെ ഈ ഇസ്രയേലിനെ പോലെയുള്ള ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത സയനിസ്റ്റുകൾ വേണമെങ്കിൽ അക്കാര്യത്തിലൊക്കെ ഈ സൗദി അറേബ്യ UAE റിഫ്റ്റ് വലുതാക്കി ഏത് എക്സ്ട്രീം വരെയും കൊണ്ടുപോകുന്ന അത്രയും വലിയ ചതിയന്മാരും വഞ്ചകരുമാണ് ഇവരെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പണ്ഡിതന്മാർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട ഘട്ടത്തിലാണ് സുന്നിയും ഷിയയും പറഞ്ഞ് കളിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു കോമഡി.